ഒരു പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്കറിയാം യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിൻ്റെ വർക്ക്, സൈറ്റൻ്റെ വർക്ക് വളരെ അധികം കൂടി നിൽക്കുന്ന സമയമായിരിക്കും അല്ലേ. നമുക്കറിയാം അവന് സൈറ്റന് മനസ്സിലാകുമല്ലോ അല്ലേ. അവൻ്റെ സമയം വളരെയധികം അടുത്തിരിക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എൻഡ് വളരെയധികം അടുത്തിരിക്കുന്നു. അവന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഈ ലോകത്തുള്ള വർക്കം വളരെയധികം കൂട്ടും. മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സകല കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സ്പെഷ്യലി നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ദൈവം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ സ്ട്രോങ് ആയിരിക്കുക അല്ല, ബി സ്ട്രെങ്തൻഡ് എന്ന ദൈവം പറഞ്ഞിരിക്കും. നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. ദൈവത്തിൻ്റെ പവറിൽ, ദൈവത്തിൻ്റെ മൈറ്റിൽ നമ്മൾ സ്ട്രെങ്തൻഡ് ആയിരിക്കുക. ദൈവത്തിൻ്റെ ഗ്രേസിൽ നമ്മൾ സ്ട്രെങ്തൻഡ് ആയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും അല്ലേ. അപ്പം വീഴാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ വളരെയധികം സ്ട്രെങ്തൻഡ് ആയിരിക്കും. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. മൈറ്റി ആർ യുവർ വേസ്, യു ആർ സോ മാഗ്നിഫിസൻറ്റ്. There is no one like you, mighty Father God. Thank you, Jesus, Master God. അങ്ങയുടെ വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്നേഹിച്ചതിനായിട്ട്, ഞങ്ങളെ സ്ട്രെങ്ത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യുവർ ഹോളി നെയിം. ഫാദർ ഗോഡ്, അങ്ങയുടെ വചനം ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് വചനം വായിക്കുന്നതിനായിട്ട് കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെപ്പോലെ ഫ്രീഡം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഫാദർ, അവർക്കും കർത്താവെ അങ്ങയുടെ വചനം എങ്ങനെയെങ്കിലും കയ്യിലെത്തിക്കാൻ കൊടുക്കണം അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. യേശുവിന്റെ നമുക്ക് ഇന്ന് എഫേസ്യർക്കെതിരെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ എഫേസ്യർക്കെതിരെ ലേഖനത്തിന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ 10-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യറിന്റെ 6-10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവത്തിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിൽ ശക്തിപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ പിശാചിന് മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതിനു മുമ്പായിട്ട് പറയട്ടെ, ഇവിടെ 10-ാമത്തെ വാക്ക് തുടങ്ങിയിരിക്കുന്ന ഒടുവിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഒടുവിൽ എന്നൊരു വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിന് മുമ്പായിട്ട് കുറേയധികം കാര്യങ്ങളെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ചാപ്റ്ററിലേക്ക്, എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നത്, നമ്മളെ ലോകത്തിന്റെ ആരംഭത്തൊട്ടല്ല ദൈവം നമ്മളെ കണ്ടതാണ്, നമ്മളെ സെപ്പറേറ്റ് ചെയ്തതാണെന്ന് ഉള്ള കാര്യം ദൈവം പറയുന്നു. ദൈവത്തിന്റെ കുടുംബത്തിന്റെ പാട്ട ദൈവത്തിന്റെ മക്കളാക്കി നമ്മൾ തീർത്തിരിക്കുന്ന യേശുക്രിസ്തു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് ഓഫ് വിസ്ഡത്തിന്റെയും റെവലേഷന്റെ വെളിപാടിന്റെയും വിജ്ഞാനത്തിന്റെ ആത്മാവിന് തരണം എന്ന് പ്രാർത്ഥിക്കണം. നമ്മളുടെ കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത് നമുക്ക് മനസ്സിലായില്ലേ പ്രശ്നമാണല്ലോ. പിന്നെ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ചത്തവരാണ്. നമ്മുടെ ട്രസ്പാസ്, നമ്മുടെ കുറ്റങ്ങളിൽ മരിച്ചവരായിരുന്നു. നമ്മളെ നശിച്ചു പോകേണ്ടിരുന്ന നമ്മളെ അവിടെ നിന്നെല്ലാം വീണ്ടെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനൊപ്പം ഇന്ന് സ്വർഗത്തിന്റെ നിർലംസിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നതിനെ പറ്റി പറയുന്നു. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സഭ വഴി, ചർച്ച് വഴി പ്രിൻസിപ്പാലിറ്റീസ്, സ്വർഗത്തിലുള്ള സ്വർഗീയമായിട്ടുള്ള സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ബീയിങ്സ്, പ്രിൻസിപ്പാലിറ്റീസിനും പവേഴ്സിനും ഒക്കെ അധിപതികൾക്ക് അല്ലെ, അധിപതികളെ സ്പിരിച്വൽ വേൾഡിന്റെ അധിപതികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ദൈവത്തിന്റെ വിജ്ഞാനത്തെ പറ്റി വിജ്ഞാനം ചർച്ച വഴി കാണിച്ചു കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മള് ചർച്ചിനെ പറ്റി ദൈവം പറയുന്നുണ്ട്. പാസ്റ്റർമാരും അപ്പോസ്റ്റർമാരും പറ്റിയൊക്കെ നമുക്ക് തന്നിരിക്കുന്നതിനെ പറ്റി പറയുന്ന യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി നമ്മൾ മച്ചുർ ആകുന്നതിന് വേണ്ടി, യേശുവിന്റെ നോളജിൽ ഒക്കെ നമ്മൾ മച്ചുറായി, ഫെയ്ത്തിലൊക്കെ നമ്മൾ മച്ചുറായി തീരുന്നതിന് വേണ്ടി എന്താ പറയുക, പാസ്റ്റർമാരെ, അപ്പോസ്റ്റലന്മാരെ, പ്രോഫറ്റുമാരെ, ഇവാഞ്ചലിസ്റ്റുകൾ എല്ലാം തന്നിരിക്കുന്നതിനെ പറ്റി പറയുന്നു. പിന്നെ 4-ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പുതുക്കാൻ പറഞ്ഞിരിക്കുന്നു. മറ്റുള്ള മനുഷ്യർ, ഈ ലോകത്തുള്ള മനുഷ്യർ അവരുടെ ഹൃദയം കട്ടിയായിരിക്കുന്ന പോലെ നമ്മളുടെ ഹൃദയം കട്ടിയായി പോകരുത്. ഹൃദയത്തെ കട്ടിയാക്കാതെ പുതിയ മനുഷ്യനെ ധരിക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് ദൈവം പറഞ്ഞിരിക്കും. പുതിയ മനുഷ്യനെ ധരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുക. ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കുക. അപ്പൊ നമ്മൾ ലോകത്തിന്റെ താളത്തിനൊത്ത് നടക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ സമയം റിഡീം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ദൈവം പറയുക, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, യേശുക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന പോലെ. അതോടൊപ്പം തന്നെ ഭാര്യമാർ യേശുവില് നമ്മള് സബ്മിസീവ് ആയിരിക്കുന്ന പോലെ തന്നെ സബ്മിസീവ് ആയിരിക്കുന്ന പോലെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞു, അവർ ഒബീഡിയന്റ് ആയിരിക്കുന്നു പറഞ്ഞു. നമ്മൾ വർക്ക് പ്ലേസ് സ്ലേവ്സിനോട് ഒബീഡിയന്റ് ആയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ദൈവം
ഇങ്ങനെ പറയുക, നിങ്ങള് ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടും. ഇപ്പൊ കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുക, നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഒബേ ചെയ്യേണ്ട കാര്യങ്ങൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കുക. അതെല്ലാം ചെയ്തതിന് ശേഷം കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. അങ്ങനെ അനുസരിക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ശക്തി ഒരു കാരണവശാലും എന്താ പറയുക ശക്തിപ്പെടാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ശക്തിപ്പെടാൻ സാധിക്കത്തില്ല. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ സ്നേഹത്തില് വസിച്ചിരുന്നവനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ് ആയിരുന്നു എന്ന് ചുരുക്കം. അപ്പൊ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 15-ാമത്തെ ചാപ്റ്റർ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലെ. നമ്മളോട് യേശു പറയുക, തന്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുന്ന, സ്നേഹത്തിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ടാന്നല്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിന്റെ വചനം അനുസരിക്കുന്നത് വഴി. അപ്പൊ വചനം അനുസരിക്കുക എന്നുള്ളതാണ് എന്താ പറയാ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനും ദൈവത്തിൽ സ്ട്രോങ് ആകുന്നതിനും എല്ലാം ഉള്ള മാർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുക അല്ലെ. 2 തിമോത്തിയിലേക്ക് 2-ാമത്തെ ചാപ്റ്ററിൽ 1-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുള്ള ഗ്രേസിൽ നമ്മൾ ആ കൃപയിൽ നമ്മൾ ശക്തിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുക, നമ്മളെ തന്നെ ദൈവത്തിന്റെ കൈകളിലെ പാത്രങ്ങളാക്കി കൊടുക്കുക, ഈൽഡ് ചെയ്യുക, ദൈവം പറയുന്ന അനുസരിക്കുക. അങ്ങനെയാകുമ്പോൾ അനുസരണയുള്ളവരെ വചനം അനുസരിക്കുന്നവരായിട്ട് നടക്കുമ്പോൾ, അല്ല വെറുതെ കേട്ടിട്ട് അല്ലെങ്കിൽ വെറുതെ വായിച്ചിട്ട് വിടാതെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ, യേശുക്രിസ്തു പറയുന്നത് കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ എന്താ പറയുക, നമ്മള് സ്ട്രോങ് ആകും. യേശുക്രിസ്തു സ്ട്രോങ് ആകും. പിന്നെ എന്തിനാണ് നമ്മളോട് സ്ട്രോങ് ആകാൻ പറയുന്നത്? ഇപ്പൊ 11-ാമത്തെ വാക്കിലോട്ട് ഇങ്ങനെ പറയുക, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുള്ളൂ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭാഷകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അപ്പൊ ദൈവം നമ്മളോട് ഇങ്ങനെ പറയുക, നമുക്ക് പോരാട്ടമുണ്ട് അല്ലെ. നമ്മൾക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടം, പക്ഷെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് സ്വലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും നമുക്ക് എന്താ പറയാ പോരാട്ടമുണ്ട്. അപ്പൊ പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പിശാച് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ നശിപ്പിക്കാനുള്ള സകല പണിയും നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് അവസാനത്തെ കാലങ്ങളായിരിക്കുമ്പോൾ അവന്റെ പിശാചിന്റെ വർക്ക് വളരെയധികം കൂടുതലായിരിക്കും. അത് തന്നെ നമ്മൾ സൊസൈറ്റിയിൽ നോക്കും, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കും, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും കുഞ്ഞുങ്ങളുടെ നേരെയുള്ള അതിക്രമങ്ങളും അല്ലെ, കൊലയും, അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള വിലയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ ചങ്കിലൊരു ഇടിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ദുഷ്ടതയാണ് നമ്മൾ ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന്റെ വർക്ക് വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമെന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയാവും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിശാച് എന്ന് പറഞ്ഞാല് അവന്റെ വർക്ക് എത്രമാത്രം പോകാൻ പറ്റും അല്ലെ. യേശുവിന്റെ വർക്കിനോളം അവന്റെ വർക്കിന് വരാൻ പറ്റൂല. അപ്പൊ നമ്മളോട് ദൈവം പറയുവാണ്, നമ്മള് പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ, നമ്മള് സ്ട്രോങ് ആകണം അല്ലെ. അപ്പൊ സ്ട്രോങ് ആകുന്നതിന് വേണ്ടി നമുക്ക് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ അല്ലെ സർവായുധ വർഗം ധരിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട പോലും കാര്യം ദൈവം ഫൈറ്റ് ചെയ്തോളും. നമ്മൾ സർവായുധ വർഗം നമ്മൾ ധരിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ധരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവര് ദൈവത്തിൽ സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ധരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തില് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ദൈവം പറയുന്ന വചനം അനുസരിച്ച് ജീവിതം ജീവിക്കുന്ന വ്യക്തികൾ. അങ്ങനെ അല്ലാത്തവർക്ക് തോന്നുന്നവർക്കും മറ്റും ഫിറ്റ് ആകുന്ന തരത്തിലുള്ള ഒരു സർവായുധ വർഗമല്ല ദൈവത്തിന്റെ സർവായുധ വർഗം. നമുക്കറിയാം, ഡേവിഡ് ഗൊലായത്തിനെ നേരിടാൻ വേണ്ടി ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന സമയത്ത് കിങ് സോള് അല്ലെ ഷൗൽ തന്റെ ഡ്രസ്സ് കൊടുത്തു, ഈ പടയാളികൾക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഡേവിഡ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഡേവിഡിന് അത് പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല അല്ലെ. അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അത് ഫിറ്റ് ആകുന്നില്ല ഡേവിഡിന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഡേവിഡ് ആട്ടിടനായിരിക്കും നടക്കുന്ന 5 പാർക്കിൽ അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. ഡേവിഡിന്റേതായിട്ടുള്ള രീതിയിൽ ഫൈറ്റ് ചെയ്താലേ ഡേവിഡിന് സാധിക്കത്തുള്ളൂ. ഈ പിശാചിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ രീതിയിൽ ഫൈറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പിശാച് ദൈവത്തിന് മുമ്പിൽ മാത്രമേ മുട്ടുകുത്തത്തുള്ളൂ, മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല
അല്ലെ? നമ്മൾക്ക് എന്താ പറയാ എത്രമാത്രം പവർ ഉണ്ടെന്നുള്ള കാര്യം പിശാചിനറിയാം. അപ്പൊ നമ്മൾ അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങണം. ദൈവത്തിന്റെ സർവായുധ വർഗവും ഒക്കെ എടുത്ത് ധരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങണം അല്ലേ? അപ്പൊ നമ്മളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു പവറിനെ പറ്റി സൈറ്റന് നല്ല അറിവുണ്ട് അല്ലെ? നല്ല അറിവുണ്ട്. നമ്മൾക്ക് മിക്കവാറും ആൾക്കാർക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ എന്നാലും ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന വർക്കിനെ പറ്റി, തന്റെ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പവറിനെ പറ്റി പിശാചിന് നല്ല അറിവുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് അവന്റെ ഉള്ളിൽ പേടിയുണ്ട്. അവന്റെ ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് നമ്മളുടെ സ്പിരിച്വൽ പവറിനെ പറ്റി അവന് അറിയാവുന്നതുകൊണ്ട്, അവന്റെ ഉള്ളിൽ പേടിയുള്ളതുകൊണ്ടും അവൻ നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സകല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചാർലി കിർക്കിനെ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ വെടിവെച്ച് കൊന്നു. എന്തിനാ വെടിവെച്ച് കൊന്നത്? അവന്റെ എന്താ പറയുക മെഡിക്കൽക്കില്ല, കൊന്നവന്റെ താല്പര്യം അനുസരിച്ചുള്ള വർത്തമാനമല്ല ചാർലിക്കർക്ക് പറഞ്ഞു. ചാർലിക്കർക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ദൈവത്തെ വിശ്വസിക്കുന്നതിനെ പറ്റിയും ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നതിനെ പറ്റിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന് മനുഷ്യർ ആ വഴി കൂടെ നടക്കാൻ താല്പര്യമില്ല. അപ്പൊ പിശാചിന് പേടി. കേൾക്കിനെ പോലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവന് ഭയങ്കര പ്രശ്നമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ചാർലി കിർക്കിനെ കൊന്നു. പക്ഷെ നമുക്കറിയാം ദൈവത്തിന്റെ മക്കളുടെ മരണം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡേവിഡിന്റെ കാര്യത്തിലും. അല്ലെ? സോളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ വൃത്തികെട്ട മനുഷ്യൻ, ദുരാത്മാവ് അല്ലെ? അപ്പം അതെങ്ങനെയാ സോളിന് ഭയങ്കര കിങ് ശൗലിന് ഭയങ്കര പേടി ഡേവിഡിന്. അങ്ങനെയല്ല പറഞ്ഞ 1 സാമുവേലിലേക്ക് പോകുമ്പോൾ 18 ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. സോളിന് പേടിയായിരുന്നു ഡേവിഡിന് അല്ലെ? ആ പേടി മറച്ചു വെക്കുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരുന്ന ഡേവിഡിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അയാൾ ഡേവിഡിനോട്ട് കൊല്ലാൻ വേണ്ടി ഓടിച്ചു നടന്നു. അയാൾക്ക് പേടിയാണ് ഡേവിഡിനെ പറ്റി അയാൾക്ക് നല്ല അറിവുണ്ട്. കാരണം ദൈവം കൂടെയുണ്ടെന്നുള്ള അറിവുണ്ട്. ദൈവത്തിന്റെ പവർ ഉണ്ട് ഡേവിഡിന്റെ കൂടെ എന്നറിയാം. ദൈവത്തിന്റെ കൈകൾ കൂടെ ഉണ്ടെന്നറിയാം. അനോയിന്റഡ് ആണ് തനിക്ക് പകരമായിട്ട് വന്നിരിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യരാന്നുള്ള കാര്യം, ഡേവിഡിനെ പറ്റിയുള്ള കാര്യം സോളിന് അറിയാം. കിങ് സോളിന് അറിയാമായിരുന്നു. കിങ് സൗലിന് അറിയാമായിരുന്നു. അപ്പൊ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്താ പറഞ്ഞ ഈ കിങ് സോള് ഡേവിഡിനെ ഇട്ട് കൊല്ലാൻ വേണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശം, നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരത്തെ പറ്റി, ദൈവം യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അധികാരത്തെ പറ്റി പിശാചിന് നല്ല അറിവുണ്ട്. നമ്മള് 16ാമത്തെ ചാപ്റ്റർ മാർക്കോസിന്റെ 16ലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. പാസ്റ്റർമാരാണ്ട് കാര്യത്തില്, പ്രീച്ചർമാരാണ്ട് കാര്യത്തില്, സാധാരണ മനുഷ്യര് യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ പറ്റി ദൈവം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 5 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സയൻസ് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം പറയാം, അവര് ഡീമൺസിനെ അവർ ഓടിക്കും. ഡെലിവറൻസ് അല്ലെ? ഡെലിവറി ചെയ്യും മനുഷ്യരെ ആ ഡീമോണിക് ഒപ്രഷൻ എന്ന് പറഞ്ഞിരിക്കും. അതുപോലെ പിന്നെ അവര് അന്യഭാഷ സംസാരിക്കുമെന്നും വിഷമെടുത്ത് കുടിച്ചാലും ഒന്നും പറ്റത്തില്ല, അവര് മനുഷ്യരെ ഹീലാക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് സൈറ്റന്റെ തലയിൽ കയറി ചവിട്ടി അവന്റെ പരിപാടി തീർക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ സൈറ്റന് അറിയാം നമ്മുടെ ഉള്ളിലുള്ള പവറിനെ പറ്റി. അവന്റെ പേടി കാണാൻ അവൻ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാ, സൈറ്റന് എതിരായിട്ട് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആയുധം ധരിക്കുക. ദൈവത്തിന്റെ ആയുധം ധരിക്കുന്ന വ്യക്തികൾ ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കും. ദൈവത്തിനോട് താല്പര്യമില്ല, യേശുക്രിസ്തുവോട് താല്പര്യമില്ല, യേശുവിന്റെ വചനം കേൾക്കാതെ അനുസരണ ഇല്ലാത്ത നടക്കുന്ന ആൾക്കാർക്ക് ഫിറ്റ് ആവുന്ന ഡ്രസ്സ് അല്ല ദൈവത്തിന്റെ ആർമർ എന്ന് പറയുമ്പോൾ. ദൈവത്തിന് സർവായുധ വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫിറ്റ് ആവുന്നതല്ല. ദൈവത്തിലായിരിക്കുന്നവർക്ക്, ദൈവത്തിൽ വളർന്നിരിക്കുന്ന ആൾക്കാർക്ക്, ദൈവത്തിൽ സ്ട്രോങ് ആയിരിക്കുന്ന ആൾക്കാർക്ക്, ദൈവത്തോട് കൂടുതൽ അധികം അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് പറഞ്ഞിരിക്കുന്ന ഡ്രസ്സാണത്. അവർക്ക് അത് ഫിറ്റ് ആകത്തുള്ള ഡ്രസ്സ്. അപ്പൊ അങ്ങനെ ആകുന്നതിന് വേണ്ടി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തികൾ, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി, അല്ല എന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. അപ്പൊ അങ്ങനെയാകുമ്പോ എന്റെ സർവായുധ വർഗം നിങ്ങൾക്ക് ഫിറ്റാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് സൈറ്റിനെതിരായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോസിക്യൂഷൻ വളരെ അധികമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ. പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പിശാചിന്റെ വർക്കുകൾ പലതരത്തിലുള്ള കാണേണ്ടി വരും. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് നിൽക്കണമെങ്കിൽ അല്ലെ, അതിനൊക്കെ എതിരായിട്ട് നിൽക്കാനുള്ള ശക്തി വേണമെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളോട് പറയുന്നത്, നമ്മള് ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കുക. അപ്പൊ ദൈവത്തില് സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തിനായിട്ട്, അങ്ങയുടെ വചനം വായിക്കാൻ ഞങ്ങൾക്ക് തന്റെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ.
താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല, അങ്ങയുടെ മഹത്വം പോലെ ഒരു മഹത്വം ആർക്കുമില്ല കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു മാസ്റ്റർ. ലോർഡ് ഐ പ്രേ ഫാദർ ഗോഡ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു. അവരെല്ലാവരും അനുസരണമുള്ളവരായിക്കട്ടെ, ഞാനും അനുസരണമുള്ളവരായിക്കട്ടെ കർത്താവേ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങയുടെ ഗ്ലോറി ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്ട്രെങ്ത് കൊണ്ട് നിറയ്ക്കാൻ കർത്താവേ. അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. ഇന്ന് കേട്ടതിന് നന്ദി. ദൈവത്തെ മഹത്വം.